അങ്ങനെ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുൻ മന്ത്രിയാണ്, നിലവിൽ കണ്ണൂർ MP ആണ്. ഇത് കോൺഗ്രസ് എടുത്ത ഒരു ധീരമായ തീരുമാനമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഒരു MP ആണ്. MP ആയിരിക്കുന്ന ആൾ MLA ആയിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കണ്ണൂർ. അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ഭാരിച്ച ചിലവാണ്. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കരുതായിരുന്നു. എന്നാൽ അദ്ദേഹം മത്സരിച്ചു. ഉള്ള പല കോൺഗ്രസ് MPമാർക്കും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ഇത്തവണ ജയസാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ നേടിയാൽ ഈ പറയുന്ന പല MPമാരും ഒരുപക്ഷെ മന്ത്രിമാരായേക്കാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പല MPമാർക്കും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിലിന് താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ അടൂർ പ്രകാശിന് താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ പലർക്കും കേൾക്കുന്നേ ഉള്ളൂ. എനിക്ക് വ്യക്തമായി അറിയില്ല, പേഴ്സണലായിട്ട് അറിയില്ല, വാർത്തകൾ വഴിയുള്ള അറിവാണ്. യഥാർത്ഥത്തിൽ ഇവർ ചിന്തിക്കുക, യഥാർത്ഥത്തിൽ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചന അല്ലെങ്കിൽ ജനങ്ങളെ കൊന്നനം കുത്തുന്ന കാര്യമാണ്. MLA ആയിട്ട് അല്ലെങ്കിൽ നിലവിൽ MP ആയ വ്യക്തി MLA ആവുകയും MLA ആയിരിക്കുന്ന വ്യക്തി MP ആവുകയും MP ആയിരുന്ന വ്യക്തി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. ഇന്ന് വിദഗ്ധമായി ചെയ്തിട്ടുള്ള പാലായിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രീ മാണി സാറിൻ്റെ മകനായ ജോസ് കെ മാണിയാണ്. അദ്ദേഹം ആദ്യം കോട്ടയം പാർലമെൻറ്റ് MP ആയിരുന്നു. അതിനുശേഷം രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നപ്പോൾ MP സ്ഥാനം രാജിവെച്ച് അദ്ദേഹം രാജ്യസഭാ MP ആയി. കാലാവധി കിടക്കുന്നെന്ന് ഓർക്കണം. ഒരു വർഷത്തെ എങ്ങാണ്ട് കാലാവധി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് കേരള നിയമസഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം മാണി സി കാപ്പനോട് 8 നിലയിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതൊക്കെ ഒരു അധികാര മോഹമാണ്. അതായത് ജനങ്ങൾ ഒരു മാൻഡേറ്റ് തരുന്നത് 5 വർഷത്തേക്കാണ്. അതായത് 5 വർഷം അദ്ദേഹം ആ ഒരു മണ്ഡലത്തെ സേവിക്കുക എന്ന കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്കെല്ലാം ഇപ്പോൾ മന്ത്രിയാണ്. അതായത് കോൺഗ്രസ് ഏകദേശം വിജയം ഉറപ്പിച്ച മട്ടാണ്. പക്ഷേ ഈ ഒരു ഓവർ കോൺഫിഡൻസിന് ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഈ കേരള MPമാർക്ക് ഉള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാർലമെൻറ്റിൽ ശോഭിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവർക്കാർക്കും ഇംഗ്ലീഷോ ഹിന്ദിയോ വശമില്ല. ഇംഗ്ലീഷോ ഹിന്ദിയോ വശമുള്ള 2, 3, 4 നേതാക്കളേ ഉള്ളൂ. ഈ വശമുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ശ്രീ ശശി തരൂർ, K പ്രേമചന്ദ്രൻ, പിന്നെ ഷാഫി പറമ്പിൽ, ഇവർക്കൊക്കെയാണ് ഇംഗ്ലീഷ് അറിയാവുന്നത്. അതിൽ ഇംഗ്ലീഷ് ഹിന്ദി അറിയാവുന്നത് ശശി തരൂർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാർലമെൻറ്റിൽ ശോഭിക്കണേ ഇംഗ്ലീഷ് മാത്രം പോരാ, നന്നായി ഹിന്ദി സംസാരിക്കണം. പാർലമെൻറ്റിലെ ഒരു 90% MPമാരും ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈവൻ നോർത്ത് ഈസ്റ്റിൽ പോലും നോൺ ഹിന്ദി സ്റ്റേറ്റായ നോർത്ത് ഈസ്റ്റിലെ MPമാർ പോലും ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ കർണാടകയിലെ പകുതി മുക്കാൽ MPമാരും ഹിന്ദിയിലാണ്. അതേപോലെ തെലങ്കാനയും ഒരു നോൺ ഹിന്ദി സ്പീക്കിംഗ് ദ്രാവിഡിയൻ സ്റ്റേറ്റാണ്. ദ്രാവിഡ ഭാഷയായ തെലുഗു സംസാരിക്കുന്ന സ്റ്റേറ്റാണ് ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാന. ഈ തെലങ്കാനയിലെ മിക്ക MPമാരും ഹിന്ദിയിലാണ് ആശയവിനിമയം നടത്തുന്നത്. ആകെ തമിഴ്നാട്ടിലെ കുറേ MPമാരാണ് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുന്നത്. തമിഴ്നാട് MPമാർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, ഒരുവിധ MPമാർക്ക്. എന്നാൽ കേരള MPമാർക്ക് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല അവിടെ. അതായത് അവർക്കവിടെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ മലയാളമാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ജയിച്ചാൽ മന്ത്രിയാവാം. അതാണ് ഏറ്റവും വലിയ വിഷയം. അതായത് ഈ MPമാരാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാ പാർട്ടിയും ശ്രദ്ധിക്കേണ്ടത് പാർലമെൻറ്റിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഇംഗ്ലീഷ് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇവർക്ക് ഇംഗ്ലീഷ് അറിയാമോ ഹിന്ദി അറിയാമോ, ജയിച്ചതിന് ശേഷമേ അറിയാൻ സാധിക്കുള്ളൂ. അതായത് പാർലമെൻറ്റിലേക്ക് വിടുമ്പം ഇച്ചിരി വിദ്യാഭ്യാസ യോഗ്യത നോക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കണ്ട, ഇംഗ്ലീഷ് ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിയാവോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ അവരെ തെറ്റി പറയാൻ പറ്റില്ല, നമുക്ക് MPമാരെ തെറ്റി പറയാൻ പറ്റില്ല. കാര്യം ഈ കേരള MPമാർ പകുതി മുക്കാൽ പേരും അവിടെ വെറുതെ ഇരിക്കുകയാണ്. മൂത്രം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ചോദിക്കാൻ അറിയാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അധികം ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തത്. അല്ലെങ്കിൽ റെയിൽവേ ബഡ്ജറ്റ് വരുമ്പോഴോ കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോഴോ നമുക്കധികം കിട്ടാത്തതിൻ്റെ കാര്യം
എം പിമാർക്ക് ഇംഗ്ലീഷ് ഹിന്ദി അറിയാത്തതുകൊണ്ടാണ്. എന്താണ് നോക്കുക, BJP റൂളിംഗ് സ്റ്റേറ്റ് അല്ല, എന്നാലും അവർക്കെല്ലാം കിട്ടും, അവരെല്ലാം നേടിയെടുക്കും. കാര്യം തമിഴ്നാട് എം പിമാർക്ക് വളരെ നന്നായി ഇംഗ്ലീഷ് അറിയാം. അതേപോലെ ഈ മഹാരാഷ്ട്രീയൻസിനെ കണ്ടുപിടിക്കാം. അവർ ഹിന്ദിക്കെതിരെയൊക്കെ സമരം ചെയ്യുമെങ്കിലും അവർക്ക് വളരെ നന്നായി ഹിന്ദി അറിയാം. അതുകൊണ്ടാണ് അവർ കയറി വരുന്നത്. മാത്രമല്ല, നമ്മുടെ എം പിമാർക്ക് ഭാവിയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ശോഭിക്കാനും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തണമെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയണം. വിദ്യാഭ്യാസ രീതിയിൽ തന്നെ വളരെ ക്വാളിറ്റി ഹിന്ദി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ ടോപ്പിൽ നമുക്ക് എത്തണമെങ്കിൽ ഈ 2 ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവ് അത്യാവശ്യമാണ്. നമ്മുടെ കേരള എം പിമാർക്ക് ഇത് തന്നെയാണ് പറ്റുന്നത്. അവർക്ക് വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞ ഈ 4-5 പേരുകൾ ഒഴിച്ച് 4-5 പേർക്ക് അത്യാവശ്യം ഭാഷ അറിയാം. ബാക്കി ആർക്കും വലിയ ഭാഷയൊന്നും അറിയില്ല, വെറുതെ പോയിരിക്കുക. അതുകൊണ്ട് അവർക്കിപ്പോൾ കേരള നിയമസഭയിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് മന്ത്രിയാകാൻ സാധിക്കും പലർക്കും. മാത്രമല്ല, ഈ എം പി ആയ ആൾക്ക് പെൻഷനുണ്ട്. ഇപ്പോൾ തന്നെ ശ്രീ KV തോമസ്, അദ്ദേഹം MP ആയിരുന്നു, MLA ആയിരുന്നു, അദ്ദേഹം പഴയ പ്രൊഫസറായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന് 3 പെൻഷനുണ്ട്. അതായത് പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ MP ആയിരിക്കുന്നതിൻ്റെ പെൻഷനുണ്ട്, നിയമസഭാ സാമാജികനായിരുന്നതിൻ്റെ പെൻഷനുണ്ട്, പ്രൊഫസറായിരുന്ന പെൻഷനുണ്ട്. 3 പെൻഷനാണുള്ളത് അദ്ദേഹത്തിനൊക്കെ. ഇപ്പം തന്നെ വേറൊരു ലൈസൻസ് ഓഫീസറോ അതൊക്കെ അങ്ങനെ എന്തോ ഒരു പദവിയും കൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ രീതിയിലാണ് ഇവർക്കൊക്കെ പൈസ കിട്ടുന്നത്. അതായത് ഇന്നത്തെ കേരള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ സ്ഥാനമുള്ളവർക്ക് മാത്രം സ്ഥാനം ലഭിക്കുന്നു, സ്ഥാനമില്ലാത്തവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച് രാഷ്ട്രീയത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ച ആളാണ് ശ്രീ PJ ജോസഫ്. ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? സ്വന്തം മകനായ അബു ജോൺ ജോസഫിന് സീറ്റ് കൊടുത്ത്, അതായത് മക്കൾ രാഷ്ട്രീയത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് അവിടെ. തനിക്ക് ശേഷം തൻ്റെ മകൻ, തൻ്റെ മകന് ശേഷം തൻ്റെ കൊച്ചുമകൻ, ആ ഒരു രീതിയാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്നതിനും വിറക് വെട്ടുന്നതിനും സീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ യുവതലമുറ ആലോചിക്കുക, പാർട്ടിക്ക് പിന്നാലെ നടക്കണോ വേണ്ടയോ എന്ന്. മാത്രമല്ല, ഇത്തവണത്തെ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ സെലിബ്രിറ്റീസാണ്. ഇനിയുള്ള കാലത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ, അത്യാവശ്യം അറിയപ്പെടുന്നവർക്ക് മാത്രം സീറ്റ് കിട്ടുന്ന രീതിയിലാകും. അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബോസ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനോ ബിഗ് ബോസ് ഫെയിംസിനോ അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കോ അല്ലെങ്കിൽ കോമഡി ഷോ ചെയ്യുന്നവർക്കോ ഇവർക്കൊക്കെ ഇനി സീറ്റ് ലഭിക്കുകയുള്ളൂ. കാര്യം ഇതാകുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല. ഇന്ന് ഈ സാധാരണ രാഷ്ട്രീയക്കാരെ ആർക്കും അറിയില്ല ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ 90s 2K കിഡ്സിന്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ആൾക്കാർക്ക് സീറ്റ് കൊടുത്താൽ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭാവിയിൽ ഒരുപക്ഷെ ഇത് കൂടിക്കൂടി വരാം. ഒരു 10-20 വർഷത്തിന് ശേഷം ഒരുപക്ഷെ 70-80% സ്ഥാനാർത്ഥികളും ഈ സോഷ്യൽ മീഡിയ വഴി സെലിബ്രിറ്റീസ് ആയ ആൾക്കാരായേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇനി ഇലക്ഷൻ ആവുകയാണ്. ഇപ്പോഴും കോൺഗ്രസ്സിന് ചെറിയൊരു എഡ്ജുണ്ട്. പക്ഷേ ഈ തമ്മിത്തൽ ഒരുപക്ഷെ അവർ ആ ഒരു സാധ്യത കളഞ്ഞു കുളിച്ചേക്കാം, പരസ്പരം പാര വെച്ചേക്കാം. ആ ഒരു രീതി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇവർക്ക് തോൽവി രുചിക്കേണ്ടി വന്നേക്കാം. അതായത് ഇത്തവണ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ ഒരു 50-60% അല്ലെങ്കിൽ 70% പേര് BJPയിലോട്ട് പോകും ഇത്തവണ ജയിച്ചില്ലെങ്കിൽ. കാര്യം അധികാരമില്ല, പണമില്ലാതെ ഒരു പാർട്ടി എങ്ങനെ ഓടിക്കാനാണ്? ഇത്തവണ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ആ ഒരു സമയത്ത് ഈ സീറ്റിന് വേണ്ടിയൊക്കെ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പദവിയുണ്ട്. അതായത് സുധാകരൻ, അദ്ദേഹം വലിയൊരു നേതാവാണ്, നല്ല കഴിവുള്ള നേതാവാണ്, മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം നിലവിലൊരു പദവിയിലുള്ള ആളാണ്, MP ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറയുന്നത് മോശമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്ന VD സതീശൻ്റെ നിലപാട് ധീരമാണ്. കാര്യം മുൻപൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തിയാൽ കോൺഗ്രസ് സീറ്റ് ലഭിക്കും, എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം മികച്ചൊരു നേതാവാൻ തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം CPMലും BJPയിലും കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിച്ചു, അവിടെ ഒരു കുഴപ്പങ്ങളും ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു എതിർ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായത് കോൺഗ്രസിൽ മാത്രമാണ്. പിന്നെ പറയാം, ഇത് 2 കേഡർ പാർട്ടികളാണ്, മറ്റേത് കേഡർ പാർട്ടികൾ. എന്നിരുന്നാലും നമ്മൾ ഒരു ഇലക്ഷനാണ്, ആ സമയത്ത് നേതാക്കൾ ഇവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു വിവേകം അവർ കാണിക്കണം. വിവേകം കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. ഇതിപ്പോൾ പോക്ക് അങ്ങോട്ട് തന്നെയാണ്. അതായത് കോൺഗ്രസ് സാധ്യതയുണ്ട്, പക്ഷേ വീണ്ടും ആ സാധ്യത പതിയെ ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.